Hare Krishna, Hare Krishna, Krishna Krishna. Srila Prabhupada's memories of a modern saint എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അത് സിദ്ധാന്ത പ്രഭുവാണ് ആ പുസ്തകം ക്രോഡീകരിച്ചത്. ഒരുപാട് ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധം ആണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയുടെ പേരാണ് ഭജഹരിദാസ് എന്ന്. അപ്പോൾ അദ്ദേഹം ലണ്ടനിലുണ്ടായിരുന്നൊരു ഡിവോട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്തിവേദാന്ത മാനറിൻ്റെ ടെമ്പിൾ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റാൾ ചെയ്തു. അദ്ദേഹത്തിന് ആ പൊസിഷൻ കൊടുത്തു. അദ്ദേഹം അതിൻ്റെ അടുത്തൊരു ടെമ്പിളാണ് ബറി പ്ലേസ്. അപ്പോൾ ആ ബറി പ്ലേസ് ടെമ്പിളിൻ്റെയും മാനേജ്മെൻറ്റ് അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അപ്പോൾ ശീല പ്രഭുപാദിൻ്റെ ആദ്യകാലത്തിലൊരു ശിഷ്യനുണ്ടായിരുന്നു, ശ്യാം സുന്ദർ ദാസ് എന്ന് പറഞ്ഞു. പ്രഭുപാദിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തൊരു ഡിവോട്ടിയാണ് ശ്യാം സുന്ദർ പ്രഭു. ബീറ്റിൽസിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. റഷ്യയിൽ പ്രഭുപാദ് പോയപ്പം കൂടെ കൂട്ടിയത് ശ്യാം സുന്ദർ പ്രഭുവിനെ മാത്രമാണ്. ആ ശ്യാം സുന്ദർ പ്രഭുവാണ് ഈ അനറ്റോളി എന്ന് പറഞ്ഞ ആ ഒരു ഭക്തനെ പ്രഭുപാദിൻ്റെ അടുത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന് സ്വന്തം ഭഗവത്ഗീത കൊടുക്കുകയും പിന്നെ ആ അനറ്റോളിയാണ് റഷ്യയിലെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പം പ്രഭുപാദിന് പിന്നെ ഇവിടെ വന്നിട്ട് ഈ സാൻ ഫ്രാൻസിസ്കോ രഥയാത്ര നടത്തിയത്, ഫസ്റ്റ് രഥയാത്രയുടെ ഇൻചാർജ് എന്തായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ക്രോസ് മൈതാൻ പന്തൽ പ്രോഗ്രാം, അതൊക്കെ ഏറ്റവും വലിയ രീതിയിൽ നടത്തിയൊരു ഡിവോട്ടിയാണ് ശ്യാം സുന്ദർ പ്രഭു. അപ്പം പ്രഭുപാദിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ചങ്ക് ഓഫ് സേവനങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് ശ്യാം സുന്ദർ. അപ്പം പക്ഷേ ഈ 1973 ശ്യാം സുന്ദർ പ്രഭുവിന് സ്പിരിച്വൽ ഡിഫിക്കൽട്ടീസ് വന്നു. അദ്ദേഹത്തിന് മംഗളാരതി അദ്ദേഹം വരാതായി, ചാൻഡിങ് അദ്ദേഹം നിർത്തി. പിന്നെ വൈകുന്നേരം ഒന്നും അദ്ദേഹം ടെമ്പിളിൽ ഉണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. അപ്പം ആ സമയത്ത് ഭജഹരി പ്രഭുവാണ് അവിടെ ടെമ്പിൾ മാനേജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹമാണ് ടെമ്പിൾ പ്രസിഡന്റ് ഒക്കെ ഭക്തിവേദാന്ത മാനറിലും ഈ ബറി പ്ലേസിലും. അപ്പം ശ്യാം സുന്ദർ പ്രഭു ആ സമയത്ത് ഈ ടെമ്പിളിന് ഒട്ടും പൈസയും ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്ത സമയത്ത് ശ്യാം സുന്ദർ പ്രഭു കടം മേടിച്ച് ഒരു കാറും എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്, ശ്യാം സുന്ദർ പ്രഭുവിൻ്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് വിഷമമുണ്ട്. പക്ഷെ ആരും പ്രഭുപാദിൻ്റെ അടുത്തത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വട്ടം രേവതി നന്ദൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു സീനിയർ ഡിവോട്ടി അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കിത് പ്രഭുപാദിൻ്റെ അടുത്ത് പറയാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം രേവതി നന്ദൻ സ്വാമി ഈ ഭജഹരി പ്രഭു, അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആണല്ലോ, അപ്പോൾ അദ്ദേഹം ടെമ്പിൾ കമാൻഡർ, അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമുക്ക് പ്രഭുപാദിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രഭുപാദിൻ്റെ റൂമിലെത്തി നോക്ക് ചെയ്തു. പ്രഭുപാദ് അകത്ത് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവര് സംസാരിച്ചു തുടങ്ങി. പ്രഭുപാദിന് 1-2 മിനിറ്റിൽ തന്നെ ശ്യാം സുന്ദർ പ്രഭുവിന് എഗൻസ്റ്റായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കി. അപ്പം പ്രഭുപാദ് പെട്ടെന്ന് പ്രഭുപാദിൻ്റെ മുഖം ഡിസപ്രൂവൽ രീതിയിലായി. അതായത് അത് ഇഷ്ടപ്പെട്ടില്ല ആ കംപ്ലൈൻറ്റ്. പ്രഭുപാദ് എന്നിട്ട് പറഞ്ഞു, യു ഷുഡ് നോട്ട് ക്രിട്ടിസൈസ് യുവർ സീനിയർ വൈഷ്ണവാസ്. നീ നിന്റെ മുതിർന്ന ഭക്തന്മാരെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രഭുപാദിന്റെ മുഖം അത്രത്തോളം ഡിസപ്രൂവലായി. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, രേവനന്ദൻ സ്വാമി സീനിയറാണ്, പക്ഷെ ഇദ്ദേഹം ജൂനിയറാണ്, പക്ഷെ ആ ടെമ്പിൾ പ്രസിഡന്റായിട്ടിരിക്കുന്നു. അപ്പോൾ രേവനന്ദൻ സ്വാമിയോട് പ്രഭുപാദ് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് പുറത്തു പോകാൻ പറയാം ഭജഹരി പ്രഭുവിനോട്. അപ്പോൾ ഭജഹരി പ്രഭുവിന് അത്രത്തോളം ആ ഒരു വഴക്ക് ഫീലായി. കാരണം പ്രഭുപാദ് തൻ്റെ ഗുരുവാണ്, തന്നെ വഴക്ക് പറയണമെങ്കിൽ നേരിട്ട് പറയാം, നീ പുറത്തു പോകുന്നു പറയാം. പക്ഷെ പ്രഭുപാദ് അതുപോലും പറഞ്ഞില്ല. പ്രഭുപാദ് രേവനന്ദൻ സ്വാമിയോട് അദ്ദേഹത്തിന് നോക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. പ്രഭുപാദ് നോക്കാൻ ഇഷ്ടപ്പെടാതെ രേവനന്ദൻ സ്വാമിയോട് പറഞ്ഞു, ഇവനോട് പുറത്തു പോകാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമസ്കരിച്ച് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞപ്പം പ്രഭുപാദ് അദ്ദേഹം തൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയാണ്, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട്, മറ്റൊരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഒരു മുതിർന്ന വൈഷ്ണവനോട് ഉള്ള ബഹുമാനം ഇല്ലാതെ നമ്മൾ അവരെ
ക്രിട്ടിസൈസ് ചെയ്യാനോ ഇതിനോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അതിനകത്ത് പ്രഭുപാദ് കാണിച്ചു തരികയാണ്. മര്യാദ വ്യതിക്രമ എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴും, കാരണം പ്രഭുപാദിന്റെ കണ്ണിൽ നോക്കുമ്പം ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് സീനിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ പ്രഭുപാദ്, അതിനകത്ത് എത്ര സത്യമുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഫസ്റ്റ് ആ റെസ്പെക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആധ്യാത്മിക ആചാര്യൻ നോക്കുന്നത്. ആ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്നതൊന്നും അദ്ദേഹം അക്സെപ്റ്റും ചെയ്യത്തില്ല. അതാണ് അദ്ദേഹത്തിനോട് പുറത്തു പോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയാണ്, എപ്പോഴും ആ ഒരു നമ്മുടെ മുതിർന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ പോലും ആ ഒരു റെസ്പെക്റ്റോട് കൂടി മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ റെസ്പെക്റ്റ് ഇല്ലാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് അവിടെ പ്രഭുപാദ് അത് കാണിച്ചു തന്നു എന്നുള്ളത്